നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു സൗകര്യപ്രദമായി വന്നിട്ടുള്ള 10-12 വർഷമായി വന്നിട്ടുള്ള ഒരു സൗകര്യപ്രദമായ ഒരു മീഡിയമാണ് ഫേസ്ബുക്ക്. മുഖപുസ്തകം എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ നേരത്തെ മുഖപുസ്തകത്തിൽ ഒപ്പുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ലേഖനം എഴുതിയിട്ടുണ്ട്. കാരണം അതിനകത്തുള്ള കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കാം, നമുക്കിഷ്ടമുള്ള ഫോട്ടോ ഇടാം, ഫോട്ടോ ഇടാതിരിക്കാം. വൺ സൈഡഡ് ആണ് അതിൻ്റെ ഒരു പ്രശ്നം. അതാണ് ലൈവിൽ വരാത്ത സമയത്തോളം വൺ സൈഡഡ് ആണ്. ലൈവിൽ വന്നാൽ പോലും എന്താ ചെയ്യാൻ പറ്റുള്ളൂ? കമൻ്റ് ഇടാനേ പറ്റുള്ളൂ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം സംസാരിക്കാൻ പറ്റത്തില്ല. വൺ സൈഡഡ് ആയതുകൊണ്ട് അതിൽ എന്ത് തെറിയും പറയാം, എന്ത് ഭാഷ ഉപയോഗിക്കാം. അത് ഡിലീറ്റ് ചെയ്യുന്നത് വരെ അവിടെ കിടക്കും. അങ്ങനെ ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ വിനായകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്ന് പറഞ്ഞാൽ എന്തൊരു നല്ല ഭാഷയാണ്. വിനായകൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്? വിനായകനെ ഏത് ടീച്ചറാണ് പഠിപ്പിച്ചത്? ഏത് അധ്യാപകരാണ് പഠിപ്പിച്ചത്? എന്താണ് വിനായകനെ പഠിപ്പിച്ചത്? വിനായകനൊരു കുടുംബമുണ്ടോ? മക്കളുണ്ടോ? എന്താണ് വിനായകൻ്റെ പ്രശ്നം? വിനായകൻ ജാതി പറഞ്ഞങ്ങ് ഞെകളിക്കുകയാണ്. വിനായകൻ ഇവിടെ ജാതിയൊന്നും നോക്കിയിട്ടല്ല വിനായകൻ ആളുകളെ പരിഗണിക്കുന്നത്. ഇവിടെ ആളുകളെ ഇന്ത്യൻ പ്രസിഡന്റുമാർ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് ഡോക്ടർ കെ ആർ നാരായണൻ സാർ പ്രസിഡൻ്റായിരുന്നു ഈ രാജ്യത്ത്. ഇന്നത്തെ പ്രസിഡന്റ് ആദിവാസി ദളിത് വനിതയാണ്. അവർ PhD ഒന്നും ഉള്ളവരല്ല. അവർ എത്ര മനോഹരമായിട്ടാണ് ഈ രാജ്യത്ത് പ്രസിഡൻ്റായിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോവിന്ദ് പ്രസിഡൻ്റായിരുന്നു. എത്ര സ്റ്റേറ്റിൽ മുഖ്യമന്ത്രിമാർ, എത്ര സ്ഥലങ്ങളിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട മന്ത്രിമാർ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, കവികൾ, എത്ര ആളുകൾ, സിനിമാ നടന്മാർ. അതിൽപ്പെട്ടൊരു സെലിബ്രിറ്റിയായി മാറിയ താങ്കൾ, ആ സെലിബ്രിറ്റിയുടെ ഒരു പട്ടം കിട്ടി, താങ്കൾക്ക് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഒരു ബന്ധമൊക്കെ ഉണ്ടായത് വച്ചുകൊണ്ട് താങ്കൾ അങ്ങ് അറുമാദിക്കുകയാണ്. താങ്കൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ താങ്കൾ ഒരുപാട് അങ്ങ് അധിക്ഷേപിച്ചു. കോട്ടയം അടൂർ ഗോപാലകൃഷ്ണൻ തിരിച്ച് പട്ടികജാതി പട്ടികവർഗമെന്നോ സ്ത്രീ എന്നോ ഒരു വാക്ക് പറഞ്ഞു. എന്നാൽ നിങ്ങൾ യേശുദാസിനെ എന്തിനാണ് അധിക്ഷേപിച്ചത്? മുമ്പേ ഉമ്മൻചാണ്ടിയുടെ നിൻ്റെ തന്തയും ചത്തു, എൻ്റെ തന്തയും ചത്തു, ഞാനും ചാവും നീയും ചാവും എന്നൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ആളുകൾക്ക് സഹായം ചെയ്ത് കൊടുത്തതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയൊരു സ്വീകാര്യത എന്തിനാണ് വിനയനെ അസ്വസ്ഥപ്പെടുത്തിയത്? ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതുപോലെയോ അതിനേക്കാൾ മികച്ച നിലയിലുള്ളൊരു സ്വീകാര്യത VS അച്യുതാനന്ദൻ്റെ മരണത്തിനും യാത്രയ്ക്കും കിട്ടി, അന്ത്യയാത്രയ്ക്ക് കിട്ടി. അത് കണ്ടപ്പോൾ വിനായകന് സഹിച്ചില്ല. അപ്പോഴും വിനായകൻ പോസ്റ്റുമായി വന്നു. വിനായകൻ്റെ പ്രശ്നം എന്താണെന്ന് പറയൂ. വിനായകന് ശരിക്കും പറഞ്ഞാൽ അപർണ പറയുന്ന പോലെ, ന്യൂസ് 18 അപർണ പറയുന്ന പോലെ വിനായക് തല്ലിൻ്റെ കുറവാണോ, അതോ മെൻ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കുറവാണോ, അതോ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കുറവാണോ? എന്താണ് വിനായകൻ്റെ പ്രശ്നം? വിനായകൻ അർഹമായത് വിനായകൻ കിട്ടാതിരിക്കുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോയി അടിയുണ്ടാക്കുക, കഞ്ചാവ് കേസിൽ അടിയുണ്ടാക്കുക, ഫ്ലാറ്റിൽ അടിയുണ്ടാക്കുക, പെൺകുട്ടികളെ ഉപദ്രവിക്കുക, റേപ്പിന് ശ്രമിക്കുക, മദ്യപിക്കുക, ലഹരി പദാർത്ഥം ഉപയോഗിക്കുക, എന്നിട്ട് ആരെങ്കിലും പിടിക്കുകയോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജാതി കളിക്കുക. ഇവിടെ ജാതി എന്നൊരു വിഷയമല്ലെന്നേ. നിങ്ങൾ എന്ത് ജാതി കളിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനായകൻ മിസ്റ്റർ? താങ്കൾ ഇത് അടിയന്തരമായിട്ട് നിർത്തിക്കോളൂ. താങ്കൾ നിർത്തേണ്ട. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് കുത്തിത്തിരിപ്പുകാരുള്ള നാടാണ്, ഇതൊക്കെ താങ്കളുടെ ശ്രദ്ധയിലും കൊണ്ടുവരുമ്പോൾ താങ്കൾ നമുക്കെതിരെയും ചിലപ്പോൾ തന്തയ്ക്ക് വിളിയും തുടങ്ങും, തള്ളയ്ക്ക് വിളിയും തുടങ്ങും. ദയവായി തുടങ്ങരുത്. താങ്കൾ പറയുന്നതിനേക്കാൾ പച്ചയ്ക്കുള്ള മലയാള ഭാഷയിലെ മിക്കവാറും എല്ലാ പദങ്ങളും അറിയാം. പക്ഷെ അത് തിരിച്ചങ്ങോട്ട് പറയാത്തത് മിസ്റ്റർ വിനയൻ, താങ്കളുടെ സംസ്കാരവും താങ്കളുടെ രീതിയുമല്ല നമ്മുടെ സംസ്കാരം എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും താങ്കൾക്കൊരു വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് മാനസിക ട്രീറ്റ്മെൻ്റ് ആണോ, അത് ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണോ, മെൻ്റൽ ഹോസ്പിറ്റലിൽ അടച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണോ, കായ ചികിത്സയാണോ, തലയ്ക്ക് നെല്ലിക്കാത്തളം വയ്ക്കേണ്ടതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നല്ലൊരു ആയുർവേദ ഡോക്ടർക്ക് പറയാൻ പറ്റൂ. അത് തൊട്ടടുത്തുള്ളതിനെ കൊണ്ടുപോയാൽ കോട്ടയ്ക്കലൊന്ന് കൊണ്ടുപോയാൽ നമുക്കൊന്ന് നെല്ലിക്കാത്തളം വെച്ച് നോക്കാം. ഒന്ന് തണുത്താൽ ചിലപ്പോൾ എല്ലാം ശരിയാകും.